Hello all and welcome to another interesting session with Reliant English Academy. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് idioms ആണ്. So what are exactly idioms? ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെ സ്റ്റൈലായിട്ട് സംസാരിക്കണം, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദ ടൂൾസ് ആണ് idioms എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കുറേ സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ idioms ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് idioms അങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഡെയിലി ലൈഫിൽ ഇത് ആവശ്യം വരും. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണ്? വി ഡീലിംഗ് വിത്ത് idioms. And the first idiom is call it a day. Call it a day. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി നമ്മളൊരു വർക്ക് ആംബിയൻസിലാണ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് തീർന്നു അല്ലെങ്കിൽ നമുക്കിവിടെ നിർത്താം എന്ന് പറയുന്നതിനാണ് നമ്മൾ കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ എം ഫീലിംഗ് എ ലിറ്റിൽ ടയേർഡ്, ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. എനിക്ക് കുറച്ച് ക്ഷീണം പോലെ തോന്നുന്നുണ്ട്, നമുക്കങ്ങ് ഇന്നത്തേക്കുള്ള പണി ഇന്നത്തേക്ക് നമുക്കൊന്ന് നിർത്തിയാലോ, എന്ന് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു അർത്ഥത്തിലാണ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ പരിപാടി നമ്മൾ എന്താണ് വെച്ചാലും ആ പണി നമുക്ക് നിർത്തിയിട്ട് ലെറ്റ്സ് കണ്ടിന്യൂ, പിന്നെ എപ്പോഴേലും കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നതിനാണ് കോളിംഗ് ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. സോ കോളിംഗ് ഇറ്റ് എ ഡേ മീൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നിർത്തുക എന്ന് പറയുന്നതിനാണ് കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, നൗ ലെറ്റ്സ് മൂവ് ടു ദി സെക്കൻഡ് വൺ. The second one is hit the sack. Hit the sack. Hit the sack എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ എളുപ്പമുള്ളൊരു മീനിങ് ആണ്. ഒന്നുമല്ല, ഉറങ്ങുക എന്നാണ് അർത്ഥം. Hit the sack means to sleep. For example, you can say, I have to wake up early tomorrow, so I think I'll hit the sack. I have to wake up early tomorrow, so I think I'll hit the sack. എനിക്ക് നാളെ രാവിലെ കുറച്ച് നേരത്തെ എണ്ണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാളെ എനിക്ക് കുറച്ച് നേരത്തെ എണ്ണിക്കാനുണ്ട്, സോ അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാം. സോ ഹിറ്റ് ദ സാക്ക് സിംപ്ലി മീൻസ് ടു സ്ലീപ്പ്. ഓൾറൈറ്റ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് വൺ. ആൻഡ് ദ തേർഡ് വൺ ഈസ് pull someone's leg. Pull someone's leg. Pull someone's leg. ഇതൊരു ലിറ്ററൽ മീനിങ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ചിരി വരും അല്ലേ? പുൾ സമ്മൺസ് ലെഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാല് വലി നിരത്തിടുക എന്നുള്ളതാണോ എന്നൊക്കെ തോന്നിപ്പോലെ. അങ്ങനെയല്ല, ഒരാളെ കളിയാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പുൾ സമ്മൺസ് ലെഗ് മീൻസ് ടു ടീസ് സമ്മൺ, ഒരാളെ കളിയാക്കുക. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സേ, of course I will not say it to them, or of course I will not tell them, I was just pulling your leg. ഞാൻ അവരോടൊന്നും പറയില്ലെന്നേ, ഞാൻ വെറുതെ തന്നെ കളിയാക്കുമല്ലായിരുന്നു. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ഇത് പറയാറുണ്ടല്ലേ, ഞാൻ അവരോടൊന്നും പറയില്ലെന്നേ, ഐ വാസ് ജസ്റ്റ് പുള്ളിങ് യുവർ ലെഗ്. അതായത് ഞാൻ നിന്നെ വെറുതെ കളിയാക്കുമായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം ഒരാളെ കളിയാക്കുക എന്ന് പറയുന്നതിന് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് ടു പുൾ സമ്മൺസ് ലെഗ്. ഓക്കെ, പുൾ സമ്മൺസ് ലെഗ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ഇഡിയം. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് comparing apples to oranges. Comparing apples to oranges. കമ്പയറിങ് ആപ്പിൾസ് ടു ഓറഞ്ചസ് അല്ലേ? ഇതെങ്ങനെ സാധിക്കും അല്ലേ? അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം, ആ ഐഡിയൻ്റെ അർത്ഥം അത് തന്നെയാണ്. അതായത് ആപ്പിൾസും ഓറഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് അല്ലേ? സോ കമ്പയർ ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത രണ്ട് കാര്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനെ പറയുന്നൊരു കാര്യമാണ് കമ്പയറിങ് ആപ്പിൾസ് ടു ഓറഞ്ചസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പറയുകയാണ് ഒരു ടീച്ചറിൻ്റെ ജോബിനെയും ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ ജോബിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലേ? യു കാൺ കമ്പയർ ഇറ്റ് അല്ലേ? ഇപ്പോൾ കമ്പയറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഇപ്പം ഒരു സെറ്റ് ഓഫ് ആപ്പിൾസ് ഇരിക്കുകയാണെങ്കിൽ ഇതിന് നല്ലത് ഏതാ, ചീത്ത ഏതാ, കുറച്ചുകൂടെ ജ്യൂസി ഏതാ, കുറച്ചുകൂടി റെഡ് ഏതാ എന്നൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? അല്ലാണ്ട് യാതൊരു ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കിത് പറയാം. അതായത് യു ആർ കമ്പയറിങ് ആപ്പിൾസ് ടു ഓറഞ്ചസ്. For example, comparing city vacations to beach vacations is like comparing apples to oranges. So comparing city vacations to beach vacations is like comparing apples to oranges. സിറ്റിയും ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും രണ്ട് ടെറൈൻ ആണല്ലേ? അപ്പോൾ ഈ രണ്ട് വെക്കേഷൻസും കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണല്ലേ? സോ ഇറ്റ് ഈസ് ലൈക്ക് കമ്പയറിങ് ആപ്പിൾസ് ടു ഓറഞ്ചസ്. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം യു ആർ കമ്പയറിങ് ആപ്പിൾസ് ടു ഓറഞ്ചസ് എന്ന് പറയും. Alright, so let's move on to the next one, which is it's a piece of cake. It's a piece of cake. It's a piece of cake എന്ന് പറഞ്ഞാൽ എന്താണ്? മധുരം എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. It's a piece of cake എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ സേ ദാറ്റ് എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക്. ദാറ്റ് എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക്. അതായത് അതെനിക്ക് വളരെ എളുപ്പമായിരുന്നു.
So whenever you have an easy work, or whenever your work is really easy, you can say it's just a piece of cake. അതായത് വളരെ എളുപ്പമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ് it's a piece of cake എന്ന് പറയുന്നത്. And then the final idiom is it's raining cats and dogs. It's raining cats and dogs. It's raining cats and dogs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര ലിറ്ററൽ മീനിങ് എടുക്കണ്ട കേട്ടോ. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായ മഴയാണ്. ഇറ്റ്സ് ഹെവിലി റെയിനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായ മഴയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, ഫോർ എക്സാമ്പിൾ യു ക്യാൻ സേ പ്ലീസ് ടേക്ക് ദ അംബ്രല്ല, ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. പ്ലീസ് ടേക്ക് ദി അംബ്രല്ല, ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓൾറൈറ്റ്, സോ ഇത് 6 നമ്മുടെ ഇന്നത്തെ ഇഡിയം സെഷൻസിൽ ഉണ്ടായിരുന്നത്. സോ ക്യാൻ വി ജസ്റ്റ് വാക്ക് ത്രൂ ഇറ്റ് അഗൈൻ. ഫസ്റ്റ് വൺ ഇസ് കോൾ ഇറ്റ് എ ഡേ. കോൾ ഇറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആയി, നമുക്ക് ഇന്നുകൊണ്ട് നിർത്താം, എന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നൊരു അർത്ഥമാണ്. ലൈക്ക് ലെറ്റ് സ്റ്റോപ്പ് ഇറ്റ് എന്നാണ്. ഓക്കെ, സെക്കൻഡ് വൺ ഹിറ്റ് ദ സാക്ക്, വിച്ച് മീൻസ് ഉറങ്ങുക. ഓൾറൈറ്റ്. തേർഡ് വൺ പുൾ സമ്മൺസ് ലെഗ്, ഒരാളെ കളിയാക്കുക. പുൾ സമ്മൺസ് ലെഗ് ഇസ് ഒരാളെ കളിയാക്കുക. ഫോർത്ത് വൺ ഇസ് കമ്പയറിങ് ആപ്പിൾസ് ടു ഓറഞ്ചസ്. കമ്പയറിങ് ആപ്പിൾസ് ടു ഓറഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ സാധ്യതയില്ലാത്ത 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ കമ്പയറിങ് ആപ്പിൾസ് ടു ഓറഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് വെരി ഈസി ടു ഡു. ഓൾറൈറ്റ്, ഒരു ഈസി ടാസ്ക് ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഫൈനലി ഇറ്റ്സ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ്സ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ മഴയാണ്, ഓർ ഇറ്റ്സ് ഹെവിലി റെയിനിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓൾറൈറ്റ്, I hope all these 6 idioms were really understandable. നിങ്ങൾ ഇനി ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്യണം. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ സിനാരിയോസ് എവിടെയെങ്കിലുമൊക്കെ എന്തായാലും ലൈഫിൽ ഉണ്ടാവും. സോ പ്ലീസ് യൂസ് ദം and don't forget to subscribe to our channel. Also comment below which was your favorite idiom. I'll see you in my next video. Till then, bye bye.